ഹലോ എവ്രി വൺ, മൈസെൽഫ് പൂജ. നിങ്ങൾക്ക് പൊളിറ്റി എൻ സി ആർ ടി ക്ലാസ്സസ് എടുക്കുന്നത് ഞാനായിരിക്കും. പൊളിറ്റി എൻ സി ആർ ടി ക്ലാസ്സസിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് 11th എൻ സി ആർ ടി ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ബുക്കാണ്. ആ ബുക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പൊളിറ്റിയുടെ പ്രിഫേർഡ് ടെക്സ്റ്റ് ആയിട്ടുള്ള ലക്ഷ്മികാന്തിൻ്റെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഒരു സ്മോൾ വേർഷൻ, ഒരു സാമ്പിൾ വേർഷൻ. ഇന്ത്യൻ പൊളിറ്റിയിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ നമ്മൾ ഇൻക്ലൂഡഡ് അല്ല, എങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്കൊരു ക്യാപ്സ്യൂള് പോലെ പെട്ടെന്ന് തന്നെ ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക്. സിമ്പിൾ ലാംഗ്വേജിൽ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ടെക്സ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു ജേണിയിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഓൾസോ എനിക്ക് നിങ്ങളോട് ക്ലാസ് എടുക്കുന്നതിന് മുൻപ് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഡെയിലി അല്ല, എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈമിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറേശ്ശെ പോർഷൻസേ മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എടുക്കുന്ന ടോപ്പിക്സ് ഡെയിലി അത് എത്ര പേജാണെന്ന് ഞാൻ പറയും. അതിനനുസരിച്ച് നിങ്ങൾ ആ ടെക്സ്റ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, എൻ്റെ ക്ലാസ്സിൽ നിന്നും നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഒരു കുഞ്ഞു നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു ഷോർട്ട് നോട്ടായിട്ട് കീപ്പ് ചെയ്യുക. അത് എപ്പോഴും കയ്യിൽ കീപ്പ് ചെയ്യുക. പറ്റുന്ന സമയത്തൊക്കെ അത് റിവൈസ് ചെയ്യുക. എന്നിട്ട് ഇത്തരം കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഒരു എൻ സി ആർ ടി ബുക്കിൽ അടങ്ങിയിരിക്കുന്ന ഒരു സമ്മറി, എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് നിങ്ങളെല്ലാവരും മനസ്സിലൊന്ന് സ്ട്രോങ് ആക്കി വെക്കാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന് പറയുന്ന ബുക്ക് 10 ചാപ്റ്റേഴ്സാണ് അതിലുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫങ്ഷൻസ് എന്താണ്, അതുപോലെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടുള്ള രീതി, എങ്ങനെയാണത് ഫോം ചെയ്തത്, പിന്നെ ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ പവറിനെ അലോക്കേറ്റ് ചെയ്യുന്ന രീതികൾ, പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ആസ് യു നോ. അപ്പോൾ ഏതൊക്കെ രാജ്യത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്, ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ക്രിസ്പായിട്ടുള്ള ഒരു ചെറിയ ഭാഗം കൂടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ബുക്കിൻ്റെ, അതായത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബുക്കിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. കണ്ടന്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഫങ്ഷൻസ് തരുന്നുണ്ട്. കുറച്ച് ഫങ്ഷൻസ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ നന്നായിട്ട് നോക്കും. അതിനുശേഷം പവർ അലൊക്കേറ്റ് ചെയ്യുന്ന രീതികൾ, ദെൻ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത്, അറ്റ് ലാസ്റ്റ് ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യ ബോറോ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കും. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് റൈറ്റ്സ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ആർട്ടിക്കിൾ 12 to 32, ഇത്രയും ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ പാർട്ട് 3, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3ാമത്തെ പാർട്ടിൽ ആണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. നമ്മളിതിൽ ബേസിക്കായിട്ടും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓൾസോ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. അത് ഞാൻ ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് പറഞ്ഞു തരാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്, ഓരോ റൈറ്റും എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മളതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും. പിന്നെ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ. നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ, ഗവൺമെൻറ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. അതുപോലെ തന്നെ പാർലമെൻ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെ നടക്കുന്ന ഇലക്ഷൻസ് അതെങ്ങനെയാണ്, ഡയറക്റ്റ് ഇലക്ഷനാണോ, ഇൻഡയറക്റ്റ് ഇലക്ഷനാണോ, എങ്ങനെയൊക്കെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്, അതുപോലെ കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ ഇമ്പോർട്ടൻസ്, എത്ര വർഷത്തെ ടെന്വറാണ് ഓരോരുത്തർക്കും ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ ചാപ്റ്ററിൽ പഠിക്കും. പിന്നുള്ള 3 ചാപ്റ്റർ എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി, ചാപ്റ്റർ 4, 5 and 6. ഇത് 3നും ഒരു പ്രത്യേകതയുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഓർഗൻസ് ആണ്. ഓക്കെ, ഈ ഓർഗൻസ് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവിൽ മെയിനായിട്ട് വരുന്നത് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും ഉണ്ട്, യൂണിയൻ എക്സിക്യൂട്ടീവും ഉണ്ട്. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അതിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്,
പിന്നെ ആരാണ്? പ്രൈം മിനിസ്റ്റർ, സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ആണ്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിൽ ആരൊക്കെ വരും? നമ്മുടെ ചീഫ് മിനിസ്റ്റർ വരും, ഗവർണർ വരും, സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് വരും, അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റും വരും. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ടീവിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ബ്യൂറോക്രാറ്റ്സ്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ സെക്ഷൻസ് ഉണ്ട്. എന്നാലും നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവും സ്റ്റേറ്റ് എക്സിക്യൂട്ടീവും. എക്സിക്യൂട്ടീവിൽ വരുന്നത് അത് രണ്ടുമാണ്. പിന്നെ ലെജിസ്ലേച്ചർ, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. നിങ്ങൾക്കറിയാലോ, ഒരു കൺട്രി, നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് നിയമങ്ങൾ നമുക്ക് വരുന്നുണ്ട്, ആക്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്ന് പറയുമ്പോൾ ഒരു നിയമം നിർമ്മിക്കുന്ന ഒരു സഭ വേണം. അതാണ് നമ്മുടെ പാർലമെന്റും സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സും. അപ്പോൾ പാർലമെന്റിന് അപ്പർ ഹൗസ് ഉണ്ട്, ലോവർ ഹൗസ് ഉണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സിന്റെ ഫീച്ചേഴ്സും പാർലമെന്റിന്റെ ഫീച്ചേഴ്സും, അവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ലോ മേക്ക് ചെയ്യുന്നത്, ബില്ലുകൾ എത്ര സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നു, അത്തരം കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് ആ ഒരു ചാപ്റ്ററിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയും. പിന്നെ വരുന്നത് തേർഡ് വൺ എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. അതായത് ഓർഗൻസിൽ തേർഡ് വൺ എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. അറിയാലോ, നമ്മുടെ അപ്പെക്സ് കോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോർട്ടാണ്. അതിന് താഴെ ഹൈക്കോർട്ട് ഉണ്ട്, സബോർഡിനേറ്റ് കോർട്സ് ഉണ്ട്, ട്രൈബ്യൂണൽസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ ആ ചാപ്റ്ററിൽ, അതായത് ചീഫ് ജസ്റ്റിസിനെ പറ്റിയും ഹൈക്കോടതി ജഡ്ജിനെ പറ്റിയും സുപ്രീം കോടതി ജഡ്ജിനെ പറ്റിയും ഒക്കെ നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അവരുടെ ടെൻവർ, ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ ഇംപീച്ച്മെന്റ്, അങ്ങനത്തെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ പറയും. പിന്നെ നമ്മൾ 8th ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത് ലോക്കൽ ഗവൺമെന്റ്സ് ആണ്. ലോക്കൽ ഗവൺമെന്റ്സിന്റെ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1992 വന്നത്. അതിലെന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ് ആൻഡ് മുനിസിപ്പാലിറ്റീസ്, ഡീസെൻട്രലൈസേഷൻ ആണ് ഫോക്കസ്ഡ് ആയിട്ട് അതിൽ പറയുന്നത്. അതായത് താഴെക്കടയിൽ നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, അവയുടെ ഉന്നമനം, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, അത്രയാണ് ആ ചാപ്റ്ററിൽ ഉദ്ദേശിക്കുന്നത്. 9th വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിംഗ് ഡോക്യുമെന്റ്. ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് പറയാൻ കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ബേസിക് സ്ട്രക്ചർ ഉണ്ട്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. ആ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്താണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വേറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതായത് ഇപ്പം നമ്മുടെ വീട്ടിൽ തറ ഇളക്കാതെ, അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ എന്തെങ്കിലും റിനോവേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് റൂഫിലാണ് പണിയെന്ന് വെച്ചെങ്കിൽ നമ്മൾ തറയ്ക്കൊന്നും പറ്റില്ല അല്ലേ, നമ്മൾ അവിടെ മാത്രം പൊളിച്ചെഴുതും. തറയ്ക്ക് എന്തെങ്കിലും പറ്റി വീട് മൊത്തത്തിൽ തകർന്ന് വീഴുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതേ സെയിം സ്ട്രക്ചർ തന്നെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിൽ പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അമെൻമെന്റ്സ് വരുത്താം, ആക്റ്റുകൾ പാസ്സാക്കാം. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരും. ചിലത് പുതിയതായിട്ട് ഫോം ചെയ്യും, ഉള്ള ചിലതിന് കുറച്ചും കൂടെ ചേഞ്ചസ് വരുത്തും, ചിലതിന് റിമൂവ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഒരു ജീവനുള്ള ഡോക്യുമെന്റ്, അതായത് ചേഞ്ചസ് വരാനുള്ള ചാൻസസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വളരെയധികം ഉണ്ട്. അതുകൊണ്ടാണ് അതിനൊരു ലിവിംഗ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫിലോസഫി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ജനറൽ ഫിലോസഫീസ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 10 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ബുക്കിൽ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഈ 10 ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴേക്കും ഏറെക്കുറെ പൊളിറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക്, അതായത് പൊളിറ്റീനെ കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ വർക്ക് ചെയ്യും കൂടെ വേണം. അതായത് ഓരോ പോർഷൻ ഞാൻ എടുത്ത് തീരുമ്പോഴും നിങ്ങൾ വായിക്കണം. ഡൗട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകിൽ എന്നോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിൾ ചെയ്തിട്ട് അതെന്താന്ന് വെച്ചാൽ അപ്പം ക്ലിയർ ചെയ്ത് നോട്ട് സെറ്റാക്കി പോവുക. അപ്പോൾ അവസാന നിമിഷം നിങ്ങൾക്കതൊരു ബേർഡനായിട്ട് വരില്ല. വീണ്ടും ഞാൻ പറയാണ്, UPSC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലേ ദിവസം പഠിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊരു കൺസിസ്റ്റന്റ് പ്രോസസ്സാണ്. അപ്പോൾ ട്രസ്റ്റ് ദ പ്രോസസ്, നല്ല ഗ്രാജുവലി കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ഡെയിലി കുറച്ച് കാര്യങ്ങൾ ചെയ്യുക. അത് ഡെയിലി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ദിവസം ചെയ്ത് പിറ്റേ ദിവസം ചെയ്യാതിരിക്കരുത്. ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ വന്നാൽ UPSC എന്ന് പറയുന്നത് നമുക്ക് എളുപ്പം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്കെന്നാൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. തുടങ്ങി വെച്ചിട്ട് ഞാനിന്ന് കുറച്ച് കാര്യങ്ങളെ സംസാരിക്കുന്നുള്ളൂ. അതിനുശേഷം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്ററിൻ്റെ മെയിൻ ഫാക്ടേഴ്സൊക്കെ ആയിട്ട് വരാം. ഇന്ന് തുടങ്ങി നമ്മളൊരു 2-3 ടോപ്പിക്ക് എടുത്ത് നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ വിത്തൗട്ട് മച്ച് ഡിലേ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ദാറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷൻ, വൈ ആൻഡ് ഹൗ. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എന്തൊക്കെയാണ് ഫങ്ഷൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിന് മെയിനായിട്ട് ഇതിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞു,
വാട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിൽ മെയിനായിട്ട് അതിൻ്റെ ഒരു ഡെഫിനിഷനാണ് നോക്കുന്നത്. സിമ്പിൾ ഡെഫിനിഷൻ. നെക്സ്റ്റ്, വാട്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് ടു ദ സൊസൈറ്റി ഓർ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ പോസസ് സർട്ടൻ ഫങ്ഷൻസ്. സോ നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. മെയിനായിട്ടും 4 ഫങ്ഷൻസ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൗ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവേൺ ദ അലൊക്കേഷൻ ഓഫ് പവർ ഇൻ ദ സൊസൈറ്റി. പവർ അലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണല്ലേ. എങ്ങനെയാണ് ഇഫക്റ്റീവായിട്ട് പവർ അലൊക്കേറ്റ് ചെയ്യുന്നത്? പവർ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? എങ്ങനെ അത് പീപ്പിളിൻ്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നൊക്കെ നമ്മൾ ആ ഒരു ടോപ്പിക്കിലാണ് നോക്കുന്നത്. ദെൻ വാട്ട് വാസ് ദ വേ ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് മെയ്ഡ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതിൻ്റെ പിന്നിൽ നല്ലൊരു ഹിസ്റ്ററി ഉണ്ട്. ആ ഹിസ്റ്ററിയിൽ ഒരുപാട് പേരുടെ കഠിന പ്രയത്നം, നമ്മുടെ നാഷണൽ സ്ട്രഗിൾസ്, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലീസ്, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ റോൾ, അതുപോലെ തന്നെ ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്. സ്പെഷ്യൽ ഡേറ്റ്സ് നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്, ചില ഇയേഴ്സും ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു സെക്ഷനിൽ മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ജനറലി നമ്മുടെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോ ദീസ് ആർ ദ 4 സെക്ഷൻസ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സിമ്പിൾ ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുവാണ്. ഇപ്പം ഞാൻ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളൊരു ജനറൽ ഔട്ട്ലുക്കാണ് നിങ്ങൾക്ക് തന്നത്. ഇനി നമുക്ക് പതുക്കെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ ഞാൻ ജസ്റ്റ് പറയാം. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ നിയമങ്ങളെല്ലാം നിർമ്മിക്കുന്നതിനുള്ള ഒരു സ്രോതസ്, ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനാണ് പറയുന്നത് ആര് നിയമം ഉണ്ടാക്കണം, ആര് ഭരിക്കണം, ആര് എന്തൊക്കെ രീതിയിൽ നമ്മുടെ രാജ്യത്ത് പോളിസീസ് കൊണ്ടുവരണം, പവേഴ്സ് ആരുടെ കയ്യിലിരിക്കണം, അതൊക്കെ പറയുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ സുപ്രീം ലോ ഓഫ് ഇന്ത്യ. സുപ്രീം ലോ, ദാറ്റ് ഇസ് ദ കീവേഡ്, സുപ്രീം ലോ ഓഫ് ഇന്ത്യ. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? സോ ഇറ്റ് ഡിഫൈൻസ് ഗവൺമെന്റിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ഫണ്ടമെന്റൽ പൊളിറ്റിക്കൽ വാല്യൂസ്. സോ ഈച്ച് ഗവൺമെന്റ് ഹാവ് സർട്ടൻ വാല്യൂസ് റിഗാർഡിംഗ് ടു ദർ പൊളിറ്റിക്കൽ പാർട്ടീസ്. സോ അതെന്തൊക്കെയാണെന്നുള്ളത്. ദെൻ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോളിസീസ്, അവരുടെ പ്രോസസ്, അവരുടെ പവേഴ്സ്, അവരുടെ റൈറ്റ്സ്, അതൊക്കെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ദെൻ സിറ്റിസൺസിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ, സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇന്ത്യയിലെ പൗരന്മാർ, അവരെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ദേ ഹാവ് എ സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്ക് മാത്രം അവകാശപ്പെട്ട, ഇന്ത്യയിലെ പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് മാത്രം അവകാശപ്പെട്ട സെർട്ടൻ റൈറ്റ്സ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അത് നമ്മൾ സിറ്റിസൺഷിപ്പ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിൽ പഠിക്കും. അതായത് ഏലിയൻസും ഉണ്ട്, സിറ്റിസൺസും ഉണ്ട്. നമുക്ക് മാത്രമുള്ളതുണ്ട്, ഏലിയൻസിനും നമുക്കുള്ള സിറ്റിസൺഷിപ്പ്, നമുക്കും ഏലിയൻസിനുള്ള റൈറ്റ്സ് വേറെ ഉണ്ട്. അത് നിങ്ങൾ പെക്കുലറായിട്ട്, അതായത് സ്പെസിഫിക് ആയിട്ട് ആ സമയത്ത് പഠിക്കും. ഇവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെഫിനിഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നുണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നുണ്ട്, ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ്. ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് പറയുന്നത്. സോ നമുക്ക് സെർട്ടൻ റൈറ്റ്സ് ഉണ്ട്, സെർട്ടൻ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡെഫിനിഷനിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കീവേഡ് എന്തായിരുന്നു? സുപ്രീം ലോ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ആ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ ഫണ്ടമെന്റൽ പൊളിറ്റിക്കൽ വാല്യൂസ് ഉണ്ട്, അവർ പറയുന്ന പോളിസീസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, പവേഴ്സ് ഉണ്ട്, റൈറ്റ്സ് ഉണ്ട്. സിറ്റിസൺസിന്റെ കാര്യങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺസ് ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് ഫങ്ഷൻസ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ധർമ്മങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും ഉണ്ട് സർട്ടൻ ഫങ്ഷൻസ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ നോക്കാം. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവരും ഒരേ വീട്ടിൽ നിന്ന് വരുന്നവരല്ല. എല്ലാവരും ഡൈവേഴ്സാണ്, യൂണീക്കാണ്. ഓരോരുത്തരും അവരവർക്ക് അവരുടേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്, അവരുടേതായിട്ടുള്ള കസ്റ്റംസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ട്, റിലീജിയൻ ഉണ്ട്,
റീജിയൻ ഉണ്ട്, ജെൻഡർ ഉണ്ട്, അല്ലേ? എല്ലാവരും ഒരുപോലെയല്ല, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, ദാറ്റ് ഈസ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. അപ്പം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവം, ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ നമ്മൾ ഇത്രയും യൂണിഫൈഡ് ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ഘടകമില്ലാതിരിക്കും. എന്താണ് അവിടെ ഉള്ളത്? സർട്ടൻ റൂൾസ്. എല്ലാവർക്കും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ സെയിം അല്ലേ? ഒരാൾക്കും സ്പെഷ്യലായിട്ടൊരു നിയമമില്ലല്ലോ. അതായത് ഇപ്പം എനിക്കൊരു നിയമം, നിങ്ങൾക്കൊരു നിയമം, അങ്ങനെയുള്ളൊരു സിസ്റ്റമേ നമ്മുടെ കൺട്രിയിലില്ല. ദർ ഇസ് എ കൈൻഡ് ഓഫ് or set of basic rules. That is the first function of the constitution, which means for the proper functioning of a country there should be certain basic rules. എല്ലാവരും അത് ഈക്വലി പ്രാക്ടീസ് ചെയ്ത് പോകണം, എന്നാൽ മാത്രമേ പ്രോപ്പർ ഫങ്ഷനിങ് സാധ്യമാവുകയുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ is to provide a set of basic rules that allow for minimal coordination amongst members of a society. That is, ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ ഒബ്വിയസ്ലി ഉണ്ടായിരിക്കും, നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോയ്സസ് ഉണ്ട്, പ്രിഫറൻസസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പിൽ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ കൂടുള്ളവരുടെ കാര്യത്തിലും കൂടെ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് വരണം അല്ലേ? ഇല്ലെങ്കിൽ അവിടെ എന്തുണ്ടാവും? കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ എന്തുണ്ടാവും? കൊളാപ്സ് ഉണ്ടാവും, നമ്മുടെ കൺട്രിയുടെ കൊളാപ്സ് ഉണ്ടാവും. അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള റൂൾസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള റൂൾസ് ആണുള്ളത്. ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും 9 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ 9 മണിക്ക് തന്നെ എത്തണം. ഒരാൾക്ക് 10 മണി, ഒരാൾക്ക് 11 മണി, അങ്ങനെയുള്ള ടൈമൊന്നുമില്ല. എല്ലാവരും സെയിം ടൈമിൽ എത്തണം. യൂണിഫോം വെയർ ചെയ്യാന്നുള്ളത് അവിടുത്തെ ബേസിക് റൂളാണ്. അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിൽ സർട്ടൻ ബേസിക് റൂൾസ് ഉണ്ട്. അത് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺട്രീനെ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു പ്രൊവൈഡ് എ സെറ്റ് ഓഫ് ബേസിക് റൂൾസ് that allow for minimal coordination amongst the members of the society. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഒരു ഡൗട്ട് ഇതിൽ വരാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ ഇപ്പം തന്നെ പഠിച്ച് തീരാവുന്നതുള്ളൂ. നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഇനി അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷൻ നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കാം. രണ്ടാമത്തെ ഫംഗ്ഷനിൽ നമ്മൾ മെയിനായിട്ട് പറയുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സർട്ടൻ റൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്ത് പവർ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പവർ ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രിയിൽ പവർ ചില സ്ഥലങ്ങളിൽ വെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺട്രിയിൽ ഡിസിഷൻ എടുക്കുന്നത് മെയിനായിട്ട് ആരാണ്? ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു കാര്യം, അത്രയും വലിയൊരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കേരള ഗവൺമെൻറ് ആണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ കൺട്രിയിൽ എന്തെങ്കിലും ഒരു വലിയൊരു പ്ലാൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അതോറിറ്റി ആരുടെ കയ്യിലാണ്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. സോ ദ പവർ ഈസ് വെസ്റ്റഡ് വിത്ത് ദ ഗവൺമെൻറ്. ഓക്കെ, അങ്ങനെ ഒരു പവർ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് മാത്രമല്ല, അതെന്ത് ഡിസിഷൻ ആയിക്കോട്ടെ അതെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെസിഫിക് ഒരാളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗവൺമെന്റിന്റെ കേസാണ് പറയുന്നത്, ഗവൺമെന്റിന്റെ കയ്യിലാണ് പവർ കൊടുക്കുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ഹൗ ദ ഗവൺമെന്റ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. എങ്ങനെയാണ് ഗവൺമെന്റ് ഫോം ചെയ്യുന്നതെന്നും തീരുമാനിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മൾ പറയും നമ്മുടെ ഗവൺമെന്റ് ഫോം ചെയ്യുന്നത് ഇലക്ഷൻ വഴിയാണ്, അതുപോലെ തന്നെ ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുക്കണം, ഇലക്ഷൻ നടത്തണം എന്നുള്ള തീരുമാനങ്ങൾ ഓൾറെഡി എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. സോ ദ സുപ്രീം ഫാക്ടർ ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ് ഈസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെ സംഭവിക്കണം ഇന്ത്യയിൽ എന്നുള്ളതിൻ്റെ ഫുൾ ഡിസിഷൻ ആരുടെ കയ്യിലാണ്? ഫുൾ കാര്യങ്ങൾ ആരുടെ കയ്യിലാണുള്ളത്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണുള്ളത്. സോ ദ സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് to specify who has the power to make decisions in a society. ഒരു സൊസൈറ്റിയിൽ ഡിസിഷൻ എടുക്കാനുള്ള പവർ ആരുടെ കയ്യിലാണുള്ളത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷനാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഡിസൈഡ്സ് ഹൗ ദ ഗവൺമെന്റ് വിൽ ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ആൻഡ് ഓൾസോ ഗവൺമെന്റ് എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നുള്ള ഡിസിഷനും അതെങ്ങനെ വേണം എന്നുള്ള പ്രോസസ് ആൻഡ് പ്രൊസീജിയേഴ്സ് തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്.
So this is the second function of the constitution. So let's move to the third function. So third functionനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു certain decisions എടുക്കാനുള്ള റൈറ്റ് നമ്മുടെ ഗവൺമെന്റിന് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സിറ്റിസൺസിന്റെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മുടെ ഗവൺമെന്റിന് പറ്റുമോ? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അതായത് നമ്മുടെ കൺട്രിയുടെ വെൽഫെയറിന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള എന്ത് ഡിസിഷൻ എടുത്താലും നമ്മുടെ സിറ്റിസൺസിന്റെ സപ്പോർട്ട് ആർക്ക് അവൈലബിൾ ആയിരിക്കും? ഗവൺമെന്റിന് അവൈലബിൾ ആയിരിക്കും. അതർവൈസ് അങ്ങനെയുള്ളൊരു കസ്റ്റം ഇല്ലാന്ന് വെക്കും. അതായത് ഗവൺമെന്റ് അവർക്ക് തോന്നിയ ഡിസിഷൻസ് എടുക്കാണ്, അതിൽ അവര് ദർ നോട്ട് ബോതേർഡ് അബൌട്ട് ദ വിൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ജനങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണോ എന്നുള്ളതൊന്നും അവർ നോക്കണില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ അങ്ങോട്ട് നിയമങ്ങളെ ഡിസിഷൻസ് എടുക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? കൺട്രിയുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് അത്രയും വേഴ്സ് ആയിരിക്കും, ക്രൂഷ്യൽ ആയിരിക്കും അല്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല. ദ കൺട്രി ഷുഡ് ബി മൂവ്ഡ് വിത്ത് എ പ്രോഗ്രസീവ് വേ, ഇൻ എ പ്രോഗ്രസീവ് വേ. സോ ദാറ്റ്സ് വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ set some limits on what a government can impose on its citizens. So ഗവൺമെന്റിന് ജനങ്ങളുടെ മേൽ എന്ത് വേണമെങ്കിൽ ഇമ്പോസ് ചെയ്യാം, പക്ഷെ there should be certain limits, and also the limits are fundamental in the sense that it is fixed by the constitution and any other power has no authority to trespass them. That is the sentence means. So the third function of a constitution is to set some limits on what a government can impose on its citizens, and these limits are fundamental in the sense that the government may never trespass them. Is it clear? ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഗവൺമെന്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സാധിക്കും, പക്ഷേ ഗവൺമെന്റിന് എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ഡിസിഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ പീപ്പിളുടെ മേൽ അല്ലെങ്കിൽ സിറ്റിസൺസിന്റെ മേൽ ഇമ്പോസ് ചെയ്യുമ്പോൾ സർട്ടൻ ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സ് എന്ന് പറയുന്നത് പീപ്പിളുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിരിക്കരുത്, പീപ്പിളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. ഒരിക്കലും പീപ്പിളുടെ റൈറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടോ അവരുടെ ആക്ടിവിറ്റീസിന് എഗെയിൻസ്റ്റ് ആയിട്ടോ ഉള്ള കാര്യങ്ങളൊന്നും ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യരുത്. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഇങ്ങനെ റൂൾസും പവേഴ്സും ലിമിറ്റേഷൻസ് വരുത്തരുത്, ജനങ്ങളുടെ റൈറ്റ്സിൽ ലിമിറ്റേഷൻസ് വരുത്തരുത് എന്ന് പറയുമ്പോൾ എല്ലാ സിറ്റുവേഷൻസിലും അങ്ങനെ ആവണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരാളൊരു ക്രൈം ചെയ്യുമ്പോൾ അവിടെ ലിമിറ്റേഷൻസ് വരുത്തണ്ടേ, പണിഷ്മെന്റ് കൊടുക്കണ്ടേ? അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് സിറ്റുവേഷൻസ് കോണ്ടെക്സ്റ്റ് വൈസ് ആണ് നമ്മൾ ഓരോരോ ഡിസിഷൻസും നമ്മുടെ സൊസൈറ്റിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ലിമിറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഗവൺമെന്റിന് ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാതും അങ്ങനെയാണെന്ന് കരുതരുത്. ഇറ്റ്സ് എ ലോജിക്. ഓക്കെ, ആൻഡ് നമ്മൾ ഇനി ഫോർത്ത് ഫംഗ്ഷനിലേക്ക് പോവുകയാണ്. ഫോർത്ത് ഫംഗ്ഷനിൽ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇത് പറയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ എന്തായാലും ഞാനിത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളിത് വായിക്കണം. വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണല്ലേ നമ്മുടെ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. പണ്ട് കാലം തൊട്ടിട്ട് എത്ര സ്ട്രഗിൾസ് ആണ് നടത്തിയിരിക്കുന്നത് ഈ സോഷ്യൽ റിഫോം ആക്ടിവിസ്റ്റുകൾ. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു ആയിക്കോട്ടെ, അയ്യങ്കാളി ആയിക്കോട്ടെ, സഹോദരൻ അയ്യപ്പൻ ആയിക്കോട്ടെ, എല്ലാവരും ആൻറ്റി കാസ്റ്റ് മൂവ്മെന്റ്സ് ഒരുപാട് നടന്നിട്ടുള്ള കൺട്രിയാണ് നമ്മുടെ. ഇപ്പം നമ്മൾ ഈ ഓൾ ഇന്ത്യ വൈസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ, നമ്മുടെ ദാദാഭായ് നവറോജി, അങ്ങനെ ഒരുപാട് പേര് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കൊണ്ട് കാസ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നവരാണ്. അപ്പോൾ ആ ഒരു ദാദാഭായ് നവറോജി അല്ല, നമ്മുടെ ജ്യോതിബ പൂലെ. അപ്പം അങ്ങനെ കുറച്ച് റിഫോമിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെ പേരുകൾ അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും. പക്ഷെ ഞാനിപ്പോൾ ജസ്റ്റ് മെൻഷൻ ചെയ്തതാണ്. ആൻറ്റി കാസ്റ്റ് സ്ട്രഗിൾസ് ഒരുപാട് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മുടെ കൺട്രിയിൽ അതൊക്കെ റിമൂവ് ആയോ? കംപ്ലീറ്റ്ലി അതൊക്കെ റിമൂവ് ആയെന്ന് നമുക്ക് 100% ഷുവറിറ്റിയിൽ പറയാൻ പറ്റും? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എവിടേക്കോ അതിൻ്റെ എസൻസ് ഇപ്പോഴും നമ്മുടെ കൺട്രിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആസ്പയർ ചെയ്യുന്നൊരു ഡെവലപ്മെന്റിലേക്ക് ഇതുവരെ നമ്മുടെ കൺട്രി എത്തിയിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ ഒരുപാട് ഡെവലപ്മെന്റ്സ് വന്നിട്ടുണ്ട്. പോവർട്ടി എലിവേഷനിൽ വന്നിട്ടുണ്ട്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ബേസിക് ആയിട്ടുള്ള ഈ കാസ്റ്റ് പോലെയുള്ള ഈ ഒരു സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ ഇപ്പോഴും സ്റ്റിൽ ദർ ഇസ് സം സോർട്ട് ഓഫ് ഇനീക്വാലിറ്റീസ് എക്സിസ്റ്റിംഗ് നൗ ഡേയ്സ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ഡ്രീം ചെയ്യുന്ന ഇന്ത്യ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റി തരുമെന്നുള്ള ആ ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ്. ഗവൺമെൻറ് കാസ്റ്റ് റിമൂവ് ചെയ്യാനുള്ള, കാസ്റ്റിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസും റൂൾസും കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. ജനങ്ങൾക്ക് അത് ഒബ്വിയസ്ലി അത് അനുസരിക്കണം. അവരത് ഉറപ്പായിട്ടും അത് പാലിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടും.
അപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യണം? സൊസൈറ്റിയുടെ ആസ്പിറേഷൻസ്, ഇതിപ്പോൾ ജസ്റ്റ് കാസ്റ്റിന്റെ ഞാനൊരു എക്സാമ്പിൾ മാത്രമാണ് കാസ്റ്റിന്റെ കാര്യത്തിൽ പറഞ്ഞ. ഒരുപാട് ആസ്പിറേഷൻസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പോൾ സൊസൈറ്റിയിൽ ഓരോരുത്തരുടെയും ആസ്പിറേഷൻസ് അനുസരിച്ചിട്ട് വേണം ഗവൺമെന്റ് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ ഫംഗ്ഷൻ ആണ് എന്ത്? സൊസൈറ്റിയുടെ ആസ്പിറേഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ വി കുഡ് ക്രിയേറ്റ് എ ജസ്റ്റ് സൊസൈറ്റി. ജസ്റ്റ് സൊസൈറ്റി മീൻസ് ഫ്രീ, ഫെയർ, എ സൊസൈറ്റി ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഇക്വിറ്റി. അങ്ങനത്തെ ഒരു സൊസൈറ്റി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. ഒബ്വിയസ്ലി ഇറ്റ്സ് സംതിങ് ഗ്രേറ്റ്. ആൻഡ് അപ്പോൾ അതാണ് നമ്മുടെ ഫോർത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദ ഫോർത്ത് ഫംഗ്ഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു എനേബിൾ ദ ഗവൺമെന്റ് ടു ഫുൾഫിൽ ദ ആസ്പിറേഷൻസ് ഓഫ് എ സൊസൈറ്റി ആൻഡ് ക്രിയേറ്റ് കണ്ടീഷൻസ് ഫോർ എ ജസ്റ്റ് സൊസൈറ്റി. അതായത് ഗവൺമെന്റ് ജനങ്ങളുടെ ആസ്പിറേഷൻസ്, സൊസൈറ്റിയുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യുന്നുള്ള രീതിയിൽ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വി കുഡ് ക്രിയേറ്റ് എ ജസ്റ്റ് സൊസൈറ്റി. ദാറ്റ് ഈസ് this simply means. So these are the four functions of our constitutions. നമുക്ക് ഒന്നും കൂടെ നോക്കി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സിമ്പിൾ ആണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന കാര്യങ്ങളുള്ളൂ. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് provide a set of basic rules that allow for minimal coordination amongst members of the society. ഒരു കൺട്രി എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് മിനിമൽ ആയിട്ടുള്ള റൂൾസ് വേണം, ബേസിക് റൂൾസ് വേണം. ആ റൂൾസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാകും, നല്ല രീതിയിൽ നമ്മുടെ സൊസൈറ്റി മുന്നോട്ട് പോവുകയും ചെയ്യും. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്പെസിഫൈ ഹു ഹാസ് ദ പവർ ടു മേക്ക് ഡിസിഷൻസ് ഇൻ ദ സൊസൈറ്റി. ആർക്കാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഡിസിഷൻസ് എടുക്കാനുള്ള പവർ എന്ന് നോക്കണം. അതുപോലെ നമ്മുടെ ഗവൺമെന്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നും നോക്കണം. തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റിന് നമ്മുടെ സിറ്റിസൺസിന്റെ മേലിൽ കുറെ കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യാനുള്ള പവർ ഉണ്ട്, പക്ഷേ അതിന് കുറച്ച് ലിമിറ്റേഷൻസും കൂടി ഉണ്ട്. ആ ലിമിറ്റേഷൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഫണ്ടമെന്റൽ ഇൻ നേച്ചർ ആണ്. ആൻഡ് ദ ഗവൺമെന്റ് മേ നെവർ ട്രെസ്പാസ് ദം. അതിനെ മറികടക്കാനുള്ള റൈറ്റ് ആർക്കില്ല? ഗവൺമെന്റിനില്ല. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കേട്ടിട്ട് മാത്രം ഗവൺമെന്റിന് സിറ്റിസൺസിനെ റൂൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ഫൈനൽ വൺ ഈസ് to enable the government to fulfill the aspirations of a society, creating just society. That is a fair, free and a society of equality and equity. That is the four functions of the constitution. Okay, then ഈ ബോക്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിനെ എനേബിൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് രണ്ട് എക്സാമ്പിൾ ആണ് പറയുന്നത്. സൗത്ത് ആഫ്രിക്കയുടെയും ഇന്തോനേഷ്യയുടെയും രണ്ട് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കേസിൽ എന്താണ്, ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടൊക്കെ മെഷേഴ്സ് എടുത്തത് കൺസർവേഷൻ ഓഫ് നേച്ചറിന് വേണ്ടിയിട്ട് എടുത്തു. പിന്നെ അൺഫെയർ ഡിസ്ക്രിമിനേഷൻ കൊടുക്കുന്ന പീപ്പിൾസിന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് ഓൾസോ അഡക്വേറ്റ് ഹൗസിംഗ് ടു ഓൾ, ഹെൽത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മെഷേഴ്സ് ഗവൺമെന്റ് എടുത്തത്. ഇന്തോനേഷ്യയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുത്തു. ആൻഡ് ഓൾസോ പാവപ്പെട്ട കുട്ടികളെ ഗവൺമെന്റ് ഏറ്റെടുത്ത് സംരക്ഷിക്കാനുള്ള ഒരു ഡിസിഷനും എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നമ്മുടെ മേജർ ഫങ്ഷൻസ് ഓഫ് ദ ഗവൺമെന്റിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ. അടുത്തത് നമ്മൾ ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഇതിൽ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിനെ അക്കമ്പനി ചെയ്യുന്ന ടോപ്പിക്സ് ആണ്. ഇതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ സിമ്പിളായിട്ട് പറയാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു എന്താണ് ഇതിൻ്റെ കണ്ടന്റ് എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഒരു സിറ്റിസണിന് ഒന്നിൽ കൂടുതൽ ഐഡന്റിറ്റീസ് ഉണ്ട്. ഒരു ഇന്ത്യക്കാരന് ഒന്നിൽ കൂടുതൽ ഐഡന്റിറ്റീസ് ഉണ്ട്. ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരാം. ഇപ്പം നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്നു. ആ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ നോംസും റൂൾസും ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ അനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റിയാണ് എന്ത്? പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. അതായത് ഞാനും നിങ്ങളും അനുസരിക്കുന്ന റൂൾസും നോംസും ഒക്കെ സെയിം ആണ്. അവിടെ ഒരു ഐഡന്റിറ്റി വരികയാണ്. അതാണ് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി. ആൻഡ് ഓൾസോ നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആസ്പിറേഷൻസ് പെർസ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മുടെ ഗോൾസ്, ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ ആയിരിക്കണം എന്നില്ല എൻ്റെ ഗോള്, എൻ്റെ ആസ്പിറേഷൻ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ ആസ്പിറേഷൻ. അപ്പോൾ അതൊക്കെ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റും നമുക്കുണ്ട്, അല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഐഡന്റിറ്റിയാണ് എന്ത്? മോറൽ ഐഡന്റിറ്റി. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഐഡന്റിറ്റി ഉണ്ട്. നമ്മൾ ഒരേ റൂൾസ് പാലിച്ചു പോരുന്നത് കൊണ്ട് നമുക്ക് പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു പോരുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു? മോറൽ ഐഡന്റിറ്റിയും കൂടെ കിട്ടുന്നു. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ടോപ്പിക്കിൽ മെയിനായിട്ട് വരുന്നത്. രണ്ട് ഐഡന്റിറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ്
അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത്. ഈ അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറയുകയാണെങ്കിൽ ലെങ്തിയസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിലാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയപ്പെടുന്നത്. USA കോൺസ്റ്റിറ്റ്യൂഷനും റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഒരു സിംഗിൾ ഡോക്യുമെന്റ്സ് ആണ്. ഇപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലേ, ഒരുപാട് പാർട്സ് ഉണ്ട്, ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, എന്താ പറയുക, അതുപോലെ തന്നെ ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പം ഇതൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കൂടെ അക്കമ്പനി ചെയ്ത് ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. നമ്മുടെ USA കോൺസ്റ്റിറ്റ്യൂഷനും ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആണ്. പക്ഷേ നമ്മുടെ UK ഡോക്യുമെന്റ്, യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഡോക്യുമെന്റ് അല്ല, അതിലൊരു സീരീസ് ഓഫ് ഡോക്യുമെന്റ്സ് ആണ് പറയുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ കളക്റ്റീവ്ലി ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് കൺട്രീസിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എയ്തർ റിട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ അൺറിട്ടൺ ആയിരിക്കാം. നമ്മുടെ റിട്ടൺ ആണ് ലെങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷേ UK കേസിൽ അത് അങ്ങനെയല്ല. ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റ്സ് ഒരുമിച്ചല്ല, അത് പല വെറൈറ്റി, അതായത് ഓരോന്നും ഓരോ സെക്ഷനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവയെല്ലാം കൂടി അക്കമ്പനി ചെയ്തിട്ട് ഒരുമിച്ച് കളക്റ്റീവ്ലി അതിനെ നമ്മൾ എന്താന്ന് പറയുന്നു, കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നു. അപ്പൊ അതാണ് ഈ ഒരു ഏരിയയിൽ അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ അതാണ് പറയുന്നത്. ഇനി മോഡ് ഓഫ് പ്രൊമൾഗേഷൻ, അതായത് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്, ഹൗ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വാസ് മെയ്ഡ് ഓർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എനി കൺട്രി വാസ് മെയ്ഡ്. അതിന് പിന്നിൽ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എന്ന് ഞാനത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി വഴിയാണ്. കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ന് പറയുന്നത് 1946 കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തത്. ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അണ്ടറിലായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു അസംബ്ലി ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഐഡിയാസ് വരുന്നത് M.N. റോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്കാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു അസംബ്ലി നമുക്ക് തുടങ്ങണം, നമുക്ക് ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു ഭരണഘടന വേണം, നമുക്കത് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെയുള്ളൊരു കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി വേണം എന്നുള്ള ആ ഒരു ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നത് M.N. റോയാണ്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സെയിം ഐഡിയ, അതായത് സപ്പോർട്ട് ചെയ്തു, M.N. റോയിനെ സപ്പോർട്ട് ചെയ്തിട്ട് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി വേണം എന്നുള്ളൊരു ഡിമാൻഡ് വന്നു. പിന്നീട് ജവഹർലാൽ നെഹ്റുവും ഇതേ സെയിം ഇത് തന്നെ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് ഇന്റർഫറൻസ് പാടില്ല, ദെൻ ബേസ്ഡ് ഓൺ അഡൾട്ട് ഫ്രാഞ്ചൈസ് വഴിയായിരിക്കണം, ഔട്ട്സൈഡ് ഇന്റർഫറൻസ് പാടില്ല. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ മാത്രമാണ്, അതിൽ മറ്റൊരാളുടെ കൈകടത്തിൽ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ്, ഇനി അതിൽ ഓഗസ്റ്റ് ഓഫർ വരുന്നുണ്ട്, ക്രിപ്സ് മിഷൻ വരുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റിയിലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുന്ന സമയത്ത് പഠിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഫോം ചെയ്തു എന്നാണ് മോഡ് ഓഫ് പ്രൊമൾഗേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെറ്റിലെ ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സ്റ്റോറി ലൈൻ പോലെയാണ് ഇത് വരുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിലെല്ലാം എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തതിന്റെ ബേസിക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി. അതിന്റെ ഐഡിയാസ് മെയിൻ ആയിട്ട് വന്നത് M.N. റോയ്, രണ്ടാമത് പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മൂന്നാമത് പറഞ്ഞത് ആരാണ്, നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത്തത് വിത്തൗട്ട് ഔട്ട്സൈഡ് ഇന്റർഫറൻസ്, മറ്റൊരാളുടെ കൈകടത്തിൽ വേണ്ട. പിന്നീട് ബേസിസ് ഓഫ് അഡൾട്ട് ഫ്രാഞ്ചൈസ്, യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് അറിയാലോ, പ്രായപൂർത്തിയായ എല്ലാവർക്കും 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്നുള്ള ആ ഒരു ഇതിനെയാണ് യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അതിന്റെ ബേസിസിലായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്യേണ്ടത് എന്നുമാണ് ആര് പറഞ്ഞത്, നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. അപ്പൊ അതിനുശേഷം എന്തുണ്ടായി, 1946 നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തു. എന്തിന്റെ അണ്ടറിലാണ് ഫോം ചെയ്തത് അത് ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ എന്ന് വിചാരിക്കണു. ഇനി അടുത്ത വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേർഡാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അണ്ടറിലാണ് എന്ത് ഫോം ചെയ്തത്, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തത്. അപ്പോൾ ഓക്കെ, റെക്കമെൻഡേഷൻസ് വന്നു, ക്യാബിനറ്റ് മിഷൻ പ്ലാൻ വന്നു, എന്ത് ഫോം ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തു. ഏത് വർഷത്തിലാണ്, 1946. നമുക്ക് ഏത് വർഷമാണ് ഫ്രീഡം കിട്ടിയത്, 1947. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, ഒരു വർഷം മുന്നെയാണ് നമുക്ക് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ഫോം ചെയ്തത് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തിട്ടില്ല, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയാണ് ഫോം ചെയ്തത്. തെറ്റരുത്, ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. ഓക്കെ,
ഇനി നമ്മൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക് വരുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യ ആ സമയത്ത് ആരുടെ അണ്ടറിലാണ്? ബ്രിട്ടീഷിന്റെ അണ്ടറിലാണ്. ബ്രിട്ടീഷിന്റെ അണ്ടറിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യനെ എല്ലാ സ്ഥലങ്ങളെയും സ്റ്റേറ്റ്സ് ആയിട്ടൊന്നും തിരിച്ചിട്ടില്ല. അപ്പോൾ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ കുറെ ബ്രിട്ടീഷ് പ്രോവിൻസസ് ഉണ്ടായിരുന്നു, കുറെ നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, അതായത് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ആയപ്പോൾ ഇന്ത്യയിലെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരുടെയും സമ്മതം കിട്ടിയതിന് ശേഷമാണ് 1949 നവംബർ 26 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ഇന്ത്യയിലെ ജനങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിംഗ് സമയത്ത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ പറഞ്ഞു ഫീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലേ, മെയിനായിട്ടും 5 ഫീച്ചേഴ്സാണ് പറയുന്നത്. ആ 5 ഫീച്ചേഴ്സും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതിനുശേഷം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കുറച്ച് ബേസിക് ഫീച്ചേഴ്സ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നെക്സ്റ്റ് ക്ലാസ്സിൽ അതും പിന്നെ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്, അതും പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ടോട്ടൽ സ്ട്രെങ്ത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 389 ആണ്. 389 അതിൽ 296 സീറ്റ്സ് 296 സീറ്റും എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് ഇന്ത്യക്കാണ്. 93 സീറ്റ്സ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിനാണ്. അപ്പം ഞാൻ പറഞ്ഞു ബ്രിട്ടീഷ് പ്രൊവിൻസുകളും ഉണ്ടായിരുന്നു, ആ സമയത്ത് നാട്ടുരാജാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 389 സീറ്റിൽ 296 സീറ്റും ആർക്കാ കൊടുത്തത്? ബ്രിട്ടീഷ് ഇന്ത്യക്കാണ് കൊടുത്തത്, ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസസിനാണ് കൊടുത്തത്. ബാക്കി 93 സീറ്റാണ് ആർക്ക് കൊടുത്തത്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് കൊടുത്തത്. അതിനുശേഷം ഈ 296 നമ്മൾ ആദ്യം പറഞ്ഞ ബ്രിട്ടീഷ് ഇന്ത്യക്ക് കൊടുത്തിട്ടുള്ള 296 സീറ്റ്സിൽ 292 ഈ നമ്പറുകളൊക്കെ മനസ്സിലാക്കി വെക്കുക, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചാൽ നല്ലതാണെന്ന് മാത്രം. അതിൽ 292 മെമ്പേഴ്സും വരുന്നത് എവിടെ നിന്നാണ്? 11 ഗവർണർ പ്രൊവിൻസസിൽ നിന്നാണ്. 11 ഗവർണർ പ്രൊവിൻസസിൽ നിന്നാണ്. അപ്പോൾ 296 292 11 ഗവർണർ പ്രൊവിൻസസിൽ നിന്നും ബാക്കി 4 അല്ലേ? 292 296 ബാക്കി 4. ആ 4 എവിടെ നിന്നാണ് വരുന്നത്? 4 ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസസ്, ദാറ്റ് ഇസ് 1 ഫ്രം ഈച്ച്. ഓരോ സ്ഥലത്തിൽ നിന്നും ഓരോരുത്തർ വീതം വന്ന് 4 പേര്. അങ്ങനെ മൊത്തം ബ്രിട്ടീഷുകാർക്ക് ബ്രിട്ടീഷ് പ്രൊവിൻസസിന് 296 കിട്ടി, പ്രിൻസ്ലി സ്റ്റേറ്റ്സിന് 93 കിട്ടി. ബ്രിട്ടീഷ് പ്രൊവിൻസസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ബ്രിട്ടീഷുകാരാണെന്ന്. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് നാട്ടുരാജ്യങ്ങൾ അങ്ങനെ കിട്ടി. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് നമ്പേഴ്സ് ആണ് കേട്ടോ, എത്ര സീറ്റ് ഉണ്ട്, ആർക്കൊക്കെ എത്രയൊക്കെ സീറ്റ് വെച്ച് കിട്ടി, അതാണ് ഫസ്റ്റ് ഫീച്ചറിൽ പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചറിൽ പറയുന്നത് ഇവർക്കുള്ള സീറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്, അതായത് 1 to 10 million. 10 million അല്ല, എവ്രി 1 million പോപ്പുലേഷൻ, അതായത് 1 million ഒരാൾ എന്നുള്ള റേഷ്യോയിലാണ് സീറ്റ്സ് അലൊക്കേറ്റ് ചെയ്ത് കൊടുത്തിരുന്നത്. 1 million ഒരാൾ. ഓക്കെ. ഇനി തേർഡ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ബ്രിട്ടീഷ് പ്രൊവിൻസസിനെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ആ 3 ഭാഗങ്ങൾ? ഒന്ന് മുസ്ലിംസ് ആണ്, രണ്ടാമത് സിഖ്സ് ആണ്, തേർഡ് വൺ ജനറൽ ആണ്. ഈ ജനറൽ എന്ന് പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ മുസ്ലിംസും സിഖ്സും ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും നമ്മൾ ഈ ജനറൽ കാറ്റഗറിയിലാണ് പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതാണ് തേർഡ് ഫീച്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത്. നാലാമത്തെ ഫീച്ചറിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ റെപ്രസെൻറ്റേറ്റീവും, അതായത് ഈ 3 കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഓരോ റെപ്രസെൻറ്റേറ്റീവും എലക്ട് ചെയ്ത് വരുന്നത് ഒരു സ്പെഷ്യൽ മെത്തേഡ് വഴിയാണ്. ദാറ്റ് ഈസ് പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ. പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ഇലക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കും കേട്ടോ. ഇലക്ഷനിൽ പറയുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഈ സിസ്റ്റം മാത്രം മനസ്സിലാക്കി വെക്കുക. പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? എലക്ഷൻ നടക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഇലക്ഷൻസ്, അതായത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓരോരുത്തരെ തെരഞ്ഞുവിടണ്ടേ? അതായത് 296 സീറ്റിലേക്ക് ഇതിൽ നിന്ന് ഓരോരുത്തരെ വിടണം. അത് വിടണത് എങ്ങനെയാണ്? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 million ഒരാൾ എന്നുള്ള റേഷ്യോ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 3 കമ്മ്യൂണിറ്റി ആണുള്ളത്. ആ 3 കമ്മ്യൂണിറ്റിയിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ എലക്ട് ചെയ്യണത്? പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ വഴിയാണ്. എങ്ങനെയാണ് അവരത് എലക്ട് ചെയ്ത് വിടുന്നത്? അവിടെ അവരൊരു പ്രൊവിഷണൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് എലക്ട് ചെയ്ത് വിടുന്നു. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ കാര്യം, നമ്മളിപ്പോൾ ബ്രിട്ടീഷ് പ്രോവിൻസസ് ആണ് പറഞ്ഞ, ഇനി അവിടെ ആരും കൂടി ഉണ്ട്, നാട്ടുരാജാക്കന്മാരും ഉണ്ട്, അവരുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ വേണ്ടേ. അപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോയത്? പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ആള് ഒരാളെ റെക്കമെൻഡ് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് വിടുന്നു. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ സീറ്റ്സ് ഫിൽ ചെയ്തത്. അതായത് എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വന്നു, ഓരോ സെക്ഷനും ഓരോ തരത്തിലുള്ള റിസർവേഷൻ ഉണ്ട്. ഇത്ര സീറ്റ്സ് ആണ് അവർക്ക് ഓരോരുത്തർക്കും അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരെയും സെലക്ട് ചെയ്യുന്ന പാറ്റേൺ ഉണ്ട്. 3 മെയിൻ കമ്മ്യൂണിറ്റീസ് ആണ് ബ്രിട്ടീഷ് പ്രോവിൻസസിൽ നിന്ന് വന്നിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ മേജർ ഫീച്ചേഴ്സിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നപ്പോൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷന്റെ 4 ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? കോൺസ്റ്റിറ്റ്യൂഷന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ സുപ്രീം ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു. എല്ലാ രാജ്യത്തും ഒരുപോലെയല്ല, ചിലടത്ത് റിട്ടൺ ആണ്, ചിലടത്ത് ഒരു സിംഗിൾ ഡോക്യുമെന്റ് ആണ്, ചിലടത്ത് സിംഗിൾ ഡോക്യുമെന്റ് അല്ല, പല ഡോക്യുമെന്റ്സ് ആണ്. പക്ഷെ എല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂഷൻ, ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. എക്സാമ്പിൾ എവിടത്തെയാണ്? UK. ഓക്കെ, നമ്മുടെയും USA ഒക്കെ എന്താണ്? സിംഗിൾ ഡോക്യുമെന്റ് ആണ്. അപ്പൊ അതാണ് നമ്മൾ അടുത്തതിൽ പറഞ്ഞത്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തത് നമ്മൾ പറഞ്ഞു. ആരൊക്കെയാണ് ആദ്യത്തെ ഘട്ടത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തത്, അതായത് ഇങ്ങനത്തെ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്നത് ആരൊക്കെയാന്ന് പറഞ്ഞു. ക്യാബിനറ്റ് മിഷൻ പ്ലാനിന്റെ അണ്ടറിലാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്തതെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ കോമ്പോസിഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. അപ്പൊ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പേജ് നമ്പർ ഏത് വരെയാണ്? പേജ് നമ്പർ ഐ തിങ്ക് 17. ഈ PDF പേജ് നമ്പർ 17 വരെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി വായിക്കുക, കുറച്ചെടുത്തിട്ടുള്ളൂ, നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കണ്ട. നമുക്കത് കൂടുതൽ എക്സ്ട്രാ റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ പറഞ്ഞു തരാം, നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് എനിക്കറിയില്ല. എന്തായാലും മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. നന്നായി തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ.